തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുര കാലിയാക്കണമെന്ന് കോടതി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റം. കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. വിടവാങ്ങിയത് കേരളത്തിലെ സമ്പത്ത് ലോകത്തിന് പകർന്നു നൽകിയ ഗവേഷകൻ. വാർത്തകൾ വിശദമായി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 14-16 വയസ്സുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പ്രതികൾ കൊണ്ടുവന്നതാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത്. മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെന്ന് കരുതി കൊല്ലപ്പെട്ട ലിവിൻ പ്രതികളായ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. സഹപാഠിയെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് 14-കാരനെ നേരത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു. നഗരമധ്യത്തിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് യുവാവ് കൊല്ലപ്പെട്ടത് പോലീസിന്റെ അനാസ്ഥയാണെന്ന ആരോപണവുമായി KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസിന് വീഴ്ച ഉണ്ടായതിന്റെ തെളിവാണ് കൊലപാതകം. 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് ഉള്ള നഗരമധ്യത്തിലാണ് കൊലപാതകം നടന്നത്. തേക്കിൻകാട് മൈതാനത്ത് ലഹരി മദ്യ മാഫിയകളുടെ സാന്നിധ്യമുണ്ടെന്നറിയാവുന്ന പോലീസ് തന്നെയാണ് സുരക്ഷയെ ലാഘവത്തോടെ എടുത്തത്. ലഹരി മാഫിയയെ ചെറുക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. പാറമേക്കാവ് തിരുവമ്പാടി വേല ആഘോഷത്തിന് വെടിക്കെട്ടിന് അനുമതി. ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചതായി ദേവസ്വങ്ങൾ. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുര കാലിയാക്കണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ച പാറമേക്കാവിലും ഞായറാഴ്ച തിരുവമ്പാടിയിലും വേല ആഘോഷിക്കും. വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലാണ് ഇരു ദേവസ്വങ്ങളുടെയും വെടിക്കെട്ട് നടത്താറുള്ളത്. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി പൂവത്തിങ്കൽ വീട്ടിൽ സുഹൈബിനാണ് കുത്തേറ്റത്. യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഷാഫിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. 24ഓളം കുത്തേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബുധനാഴ്ച പുലർച്ചെ ചെറുതുരുത്തിയിൽ പുതുവത്സര പരിപാടികൾ കണ്ട് സുഹൈബും കൂട്ടുകാരും ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു അക്രമം. മുള്ളൂർക്കരയിൽ ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്ന പ്രതിയുടെ കൂട്ടുകാരോട് സുഹൈബ് ആശംസ പറയുകയും എന്നാൽ തന്നോടാണ് ആശംസ പറയേണ്ടതെന്ന് പറഞ്ഞ് പ്രതി സുഹൈബിനെ തലയ്ക്കും കൈയിലും കുത്തുകയായിരുന്നു. അതേസമയം തന്നെ കുത്തിയെന്ന് ആരോപിച്ച് പ്രതിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് SI വിജിത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. ക്രിസ്തുമസ് തലേന്ന് രാത്രി പള്ളിയങ്കണത്തിൽ നടന്ന കരോൾ പരിപാടിക്ക് മൈക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞ് SI തടയുകയായിരുന്നു. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. സംഭവത്തെ തുടർന്ന് SI അവധിയിൽ പോയിരുന്നു. അവധി കഴിഞ്ഞ് SI സ്ഥലത്ത് തിരിച്ചെത്തിയതോടെയാണ് സ്ഥലമാറ്റം ഉണ്ടായത്. അതേസമയം സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ മാസം 15-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് നൽകിയ പരാതിയിലാണ് നടപടി. പാലയൂർ പള്ളിയിൽ കരോൾ ഗാനം പാടുന്നത് ബലം പ്രയോഗിച്ച് തടഞ്ഞ SIക്കുള്ള പിണറായി സർക്കാരിന്റെ പാരിതോഷികമാണ് വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കരോൾ ഗാനം പാടുന്നത് തടഞ്ഞത് ഗുരുവായൂർ MLAയുടെ താൽപര്യപ്രകാരമാണ്. പാലയൂർ പള്ളിയോട് വൈരാഗ്യബുദ്ധിയോടെയാണ് NK അക്ബർ MLA പെരുമാറുന്നത്. അപലപനീയമായ സംഭവം നടന്നിട്ടും സ്ഥലം MLA പള്ളി സന്ദർശിക്കാത്തത് അതിന്റെ തെളിവാണെന്നും അനീഷ് കുമാർ പറഞ്ഞു. ഹോർത്തൂസ് മലബാറിക്കൂസിന് പുനർജന്മമേകിയ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് പ്രൊഫസർ മണിലാൽ.
രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. കേരളത്തിന്റെ സസ്യശാസ്ത്ര ശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനെയാണ് മണിലാലിന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. കാട്ടുങ്ങൽ എ സുബ്രഹ്മണ്യത്തിന്റെയും കെ ദേവികയുടെയും മകനായി 1938 സെപ്റ്റംബർ 17 പറവൂർ വടക്കേക്കരയിലായിരുന്നു കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന KS മണിലാലിന്റെ ജനനം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് പ്രൊഫസർ മണിലാൽ. സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച് പഠനം നടത്തി സസ്യവർഗീകരണ ശാസ്ത്രത്തിന് പുതുജീവൻ നൽകാൻ മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ വഴിതെളിയിച്ചു. 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മണിലാൽ 19 പുതിയ സസ്യ ഇനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. ഫ്ലോറ ഓഫ് കാലിക്കറ്റ്, ഫ്ലോറ ഓഫ് സൈലന്റ് വാലി തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ മണിലാൽ രചിച്ചിട്ടുണ്ട്. ഡച്ച് രാജ്ഞി ബിയാട്രിക്സിന്റെ ശുപാർശ പ്രകാരം നൽകപ്പെടുന്ന നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നാസോ 2012 മണിലാലിനെ തേടിയെത്തി. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് മണിലാൽ. ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് 2020 രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കേരള വിഷൻ ഉപഭോക്താക്കളുടെ സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന കോമൺ സർവീസ് സെന്ററിന്റെ ചേലക്കരയിലെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേലക്കരയിൽ നടന്ന പരിപാടി TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റും CSE ചുമതലയുമുള്ള ജേക്കബ് ജെറോം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ CG ജോസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷററും കേരള വിഷൻ STB ചുമതലയുമുള്ള V മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PV ബെന്നി, ശിവശങ്കരൻ, PB ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി കാസർഗോഡ് നിന്നും ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെത്തിയ സ്വർണ്ണക്കപ്പ് കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജില്ലയിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിന് പുറമെ GBHS വടക്കാഞ്ചേരി, MAMHS കൊരട്ടി എന്നീ സ്കൂളുകളിലും സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ അച്ഛനും മകൾക്കും കടന്നൽ കുത്തേറ്റു. ചെറുതുരുത്തി താഴപ്ര പൊറ്റയിൽ വീട്ടിൽ അലി, മകൾ ഫാത്തിമുത്ത് റസീല എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇരുചക്ര വാഹനത്തിൽ മകളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വെട്ടിക്കാട്ടിരി പെട്രോൾ പമ്പിനു സമീപം വാഹനം നിർത്തി ഫോൺ ചെയ്യുന്നതിനിടയിലാണ് ഇരുവർക്കും കടന്നൽ കുത്തേറ്റത്. സമീപത്തെ കടയിൽ ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പെട്രോൾ പമ്പ് ജീവനക്കാരിക്കും കടന്നൽ കുത്തേറ്റു. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നൽകിയ ധനസഹായമായ 50 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ചെക്ക് കൈമാറി. ബോർഡ് അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അത്താണി മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് വരുന്നത് കണ്ട് ലോറി ബ്രേക്ക് ചവിട്ടിയതോടെ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. വാഹനത്തിൽ കുടുങ്ങിയ ബസ് ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. മാടക്കത്തറയിൽ നിന്നും കാവശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ മഠം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുവിന്റെ മുഖത്താണ് പരിക്കേറ്റത്. വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 130 വർഷം തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ മുത്തമാവ് മാങ്ങാടി വീട്ടിൽ 52 വയസ്സുള്ള സജീവനെയാണ്
ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിലിൽ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും പീഡിപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ കോടതിയിൽ ഹാജരായി. നവതിയുടെ നിറവിലുള്ള മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാഹിത്യകാരനുമായ ഗോപാലൻ ചേറ്റുപുഴയെ ആദരണീയം തൃശൂർ സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക രംഗത്തും സാഹിത്യരംഗത്തും യുവതലമുറയ്ക്ക് മികച്ച വഴികാട്ടിയും മാതൃകയുമാണ് ഗോപാലൻ മാസ്റ്ററെന്ന് അദ്ദേഹം പറഞ്ഞു. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അജി അധ്യക്ഷത വഹിച്ചു. മുൻ കോർപ്പറേഷൻ കൗൺസിലർ എ പ്രസാദ്, സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ മനക്കുടി, കെ സുരേഷ് കുമാർ, കെ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി ആർ സുരേഷ്, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, കെ എൻ നാരായണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, കെ പി രാധാകൃഷ്ണൻ, സി സി ഡേവി, അഡ്വക്കേറ്റ് ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും പ്രാവും തമ്മിലുള്ള ചങ്ങാത്തത്തിന്റെ കഥയാണ് ഇനി പറയുന്നത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ചയുള്ളത്. സ്കൂളിൽ പറന്നെത്തിയ പ്രാവ് ആദ്യം കുട്ടികളുമായി സൗഹാർദ്ദത്തിലായി. പിന്നീട് ക്ലാസ് മുറിയിൽ കൂടുകൂട്ടി മുട്ടയിട്ട് അടയിരുന്നു. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അപൂർവ സൗഹൃദത്തിന്റെ കാഴ്ചയുള്ളത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 3C ക്ലാസ്സിലെ മേശയിലാണ് പ്രാവ് മുട്ടയിട്ടടയിരിക്കുന്നത്. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് ക്ലാസ് മുറിയിൽ എത്തിയപ്പോഴാണ് കുട്ടികളും അധ്യാപകരും കൂടുകൂട്ടി അടയിരിക്കുന്ന പ്രാവിനെ കണ്ടത്. അവധി ദിനങ്ങൾക്ക് മുൻപ് തന്നെ പ്രാവ് ക്ലാസ് മുറിയിൽ പറന്നു വരുമായിരുന്നു. കുട്ടികൾ ഭക്ഷണം നൽകുന്നതിനാൽ പ്രാവ് കുട്ടികളുമായി ഇണക്കത്തിലായി. ഈ സൗഹൃദമായിരിക്കാം ക്ലാസ് മുറിയിൽ കൂടുകൂട്ടി മുട്ടയിടാൻ പ്രാവിന് പ്രേരണയായത്. നമ്മുടെ ക്ലാസ്സിൽ മുന്നേ തന്നെ പ്രാവുകള് വന്നിരുന്നായിരുന്നു. കാലത്തൊക്കെ വരുമ്പോൾ ഇവര് മേശയമൊക്കെ ഇരിക്കണ കാണാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് ഇവിടെ ഈ കൂട്ടില് 2 മുട്ടയിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടത്. പിന്നെ ഇപ്പോൾ അടയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു സന്തോഷവും കൗതുകമാണ്. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ പ്രാവിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസം കാലത്ത് വരുമ്പോൾ തന്നെ പ്രാവില്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് എന്നും കുട്ടികൾ വരുന്നത്. കുട്ടികളിരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് പ്രാവ് കൂടുകൂട്ടിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും അടുത്തേക്ക് ചെന്നാലും പറന്നു പോവുകയില്ല. പ്രാവിനെ ശല്യപ്പെടുത്താതെയാണ് കുട്ടികൾ ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങളതിനെ നല്ലപോലെ നോക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങള് വരുമ്പോൾ പ്രാവില്ലേ എന്നൊക്കെ നോക്കാറുണ്ട്. അതിന്റെ കുഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ കൗതുകമുള്ള കാഴ്ച കാണാൻ മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും എത്തുന്നുണ്ട്. മുട്ടയിട്ടടയിരിക്കുന്നതിനാൽ ക്ലാസ് ടീച്ചർ സ്മിതയുടെ നേതൃത്വത്തിൽ ക്ലാസ്സിലെ കുട്ടികൾ പ്രാവിന് സംരക്ഷണം നൽകുന്നുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. വിൽപ്പനയ്ക്കിടെ 6 ലിറ്റർ മദ്യവുമായി ഒരാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. അടുപ്പൂട്ടി സ്വദേശി അനിലാണ് പിടിയിലായത്. കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, മനോജ്, ആനന്ദ്, ഡ്രൈവർ സതീഷ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. കാട്ടൂരിൽ ഗൃഹനാഥനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ നരിക്കുഴി സ്വദേശി നമ്പിയത്ത് വീട്ടിൽ 84 വയസ്സുള്ള ഹസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ മോട്ടോർ നന്നാക്കാനെത്തിയവരാണ് മൃതദേഹം കിണറ്റിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പരിയാരം വേളൂക്കരയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വേളൂക്കര സ്വദേശി മുത്തക്കുന്നത്ത് വീട്ടിൽ രാജന്റെ മകൻ 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. വേളൂക്കര പമ്പ് ഹൗസ് കടവിൽ സ്കൂബ ടീം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ശരത്തിനെ രാവിലെ കാണാതായതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ശരത്ത്. തൃശൂർ രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ ജി ശങ്കരപിള്ള സഫ്ദർ ഹാഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു. ദേശീയ നാടക പ്രസ്ഥാനത്തിലെയും വിശ്വനാടകവേദിയിലെയും നല്ല രചനകൾ മലയാള നാടകവേദിയിൽ എത്തിച്ച് ബന്ധനസ്ഥമായിരുന്ന മലയാള നാടകവേദിയെ സ്വതന്ത്രമാക്കുന്നതിൽ ജി ശങ്കരപിള്ള വഹിച്ച പങ്ക് ഏറെ വലുതാണെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രൊഫസർ PN പ്രകാശ് പറഞ്ഞു.
അക്കാദമിക നിലവാരത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുമായി മലയാള നാടക പ്രസ്ഥാനത്തെ നയിച്ചയാളാണ് ജി ശങ്കരപിള്ളയെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ശ്രീജിത്ത് രമണൻ പറഞ്ഞു. പ്രൊഫസർ ടി എ ഉഷാകുമാരി, നാടക പ്രവർത്തകൻ കെ വി ഗണേഷ്, ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നാം ആവർത്തിച്ച് നമ്മളെല്ലാവരും ഉരുവിടുന്ന ചില മഹത് വചനങ്ങൾ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. 40 വർഷമായി തൃശൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ സെർവന്റ്സ് ഓഫ് ഗോഡ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിർധന രോഗികൾക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള സഹായങ്ങളും ഉപകരണങ്ങളും ഭക്ഷണ കിറ്റും 4-വീൽ സ്കൂട്ടറും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിതരണം ചെയ്തായിരുന്നു സംഘടനയുടെ പുതുവത്സരാഘോഷം. മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കൽതായ സുറിയാനി സഭാ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, ഫാദർ ടിജോ ജോയ്, ഫാദർ റോയ് ജോസഫ്, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, കോർപ്പറേഷൻ കൗൺസിലർ ലീല വർഗീസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, സംഘടനാ പ്രസിഡന്റ് ജോസ് നിലയാറ്റിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാപ്പ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 17ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ 30-നാണ് 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയത്. എടത്തിരുത്തി പുളിഞ്ചോട് പരിസരത്തു നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI-മാരായ KS സൂരജ്, മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, ഡെൻസിമോൻ എന്നിവരാണ് ഇയാളെ പിടികൂടിയത്. കേരള ഇലക്ട്രിക് വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തൃശൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന ധർണയിൽ അസോസിയേഷൻ പ്രവർത്തകർ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പാറമേക്കാവ് തിരുവമ്പാടി വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ വെടിക്കെട്ട് പുര കാലിയാക്കണമെന്ന് കോടതി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത് കെ വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലമാറ്റം. കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. വിടവാങ്ങിയത് കേരളത്തിലെ സസ്യസമ്പത്ത് ലോകത്തിന് പകർന്നു നൽകിയ ഗവേഷകൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.